ഹലോ എവ്രി വൺ, ഞാൻ ഫവാസ് MP ഫ്രം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ. ഇന്ന് മക്കളെയും കൊണ്ട് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി കേരളത്തിലെ വിവിധ സെൻറ്ററുകളിലെത്തിയ രക്ഷിതാക്കളെ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെ ഒരു എൻട്രൻസ് എക്സാമിന് അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് സ്കോളർഷിപ്പ് ടെസ്റ്റിലേക്ക് നിങ്ങൾ വിദ്യാർത്ഥികളെയും കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെയും കൊണ്ട് വന്നതിന് ആദ്യമായി നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. രണ്ടാമതായി, എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൻ്റെ പ്രസക്തി എന്താണ്, എൻട്രൻസ് എക്സാമുകൾ എഴുതുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് എന്തുകൊണ്ടാണ് മികച്ചതായി നിൽക്കുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ AFSARയുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും. ഞാനിവിടെ പറയാൻ പോകുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു അപ്രോച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ 10ാം ക്ലാസ് എന്ന് പറയുന്നത് എല്ലാ കുട്ടികളെയും സംബന്ധിച്ചിടത്തോളം 10th വരെ നമുക്ക് കോമൺ സിലബസ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് ചോയ്സസ് ഒന്നുമില്ല. സോഷ്യൽ സയൻസ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ലാംഗ്വേജസ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാം നമുക്ക് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. എന്നാൽ 10ാം ക്ലാസ് കഴിയുന്നതോടുകൂടി കുട്ടികൾ 3 സ്ട്രീമിലേക്കെങ്കിലും മിനിമം ഡിവൈഡ് ചെയ്യുന്നുണ്ട്: സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്. ആ സമയത്ത് തന്നെ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ തീരുമാനിക്കണം നമ്മുടെ പാഷൻ ഏതാണ്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ഏതാണ്, ആ ഭാഗത്തേക്ക് നമ്മൾ തിരിയണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സമയം മുതലെങ്കിലും എന്താകണം എന്ന് തീരുമാനിച്ചിട്ടില്ല എങ്കിൽ മക്കൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്താവണമെന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവർ ആദ്യമായി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു അവസരമാണ് 10th സ്റ്റാൻഡേർഡിൻ്റെ എക്സാം കഴിഞ്ഞ് നമ്മൾ +1 അഡ്മിഷൻ എടുക്കുന്ന സമയം. അപ്പോൾ നമ്മൾ നമ്മുടെ ഗോളുകൾ സെറ്റ് ചെയ്യണം. ഓക്കെ, സോ എന്താണ് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താകണം എന്നുള്ള ഒരു ഗോള് കൃത്യമായിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഏത് മേഖലയിലേക്ക് പോകണം എന്നുള്ളതെങ്കിലും നമ്മൾ തീരുമാനിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്യണം. നമ്മൾ ഇന്നതാവണം, അല്ലെങ്കിൽ ഈ ഒരു ജോബിലേക്ക് പ്രൊഫൈലിലേക്ക് എത്തണം, എനിക്കൊരു ബിസിനസ്സുകാരനാവണം, അല്ലെങ്കിൽ എനിക്കൊരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു സയൻറ്റിസ്റ്റ് ആവണം. അങ്ങനെയുള്ള മേഖലകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിലേക്ക് എത്താനുള്ള പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കണം. എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം, നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം. അങ്ങനെ പ്ലാൻസ് തയ്യാറാക്കി വരുമ്പോൾ നമുക്ക് കാണാം 12th കഴിയുന്നതോടുകൂടി 12ാം ക്ലാസ് കഴിയുമ്പോൾ പലതരത്തിലുള്ള എൻട്രൻസ് എക്സാമുകൾ വരും. എന്താണ് എൻട്രൻസ് എക്സാം? ഒരുപാട് ഡിഫറെൻറ്റ് എൻട്രൻസ് എക്സാമുകളുണ്ട്. നമ്മളിപ്പോൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും നന്നായി ഫോക്കസ് ചെയ്യുന്നത് സയൻസ് മേഖലയിലുള്ള മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, പ്യുവർ സയൻസ് മേഖലയിലെ എൻട്രൻസ് എക്സാമുകളാണ്. നീറ്റ്, JEE പോലെയുള്ള എൻട്രൻസ് എക്സാമുകൾ. ആ എൻട്രൻസ് എക്സാമുകളുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഏതൊരു എൻട്രൻസ് എക്സാമിൻ്റെയും കോമൺ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. നീറ്റ് 2024 23 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ഗവൺമെൻറ്റിൽ MBBSനുള്ള സീറ്റുകളുടെ എണ്ണം ഏതാണ്ട് 50,000-ഉം സെൽഫ് ഫിനാൻസിങ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 1 ലക്ഷം സീറ്റുകളുമാണുള്ളത്. അപ്പോൾ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഉണ്ടെങ്കിൽ പോലും 23 ലക്ഷം അല്ലെങ്കിൽ 24 ലക്ഷത്തോളം ആളുകൾ എക്സാം എഴുതുമ്പോൾ വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് മാത്രമാണ് നമുക്ക് ഹയർ സ്റ്റഡീസിനുള്ള ഓപ്ഷൻ ഉള്ളത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? MBBS എന്ന് പറയുന്ന ഒരുപാട് പേര് എടുക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേര് ആസ്പയർ ചെയ്യുന്ന, താല്പര്യപ്പെടുന്ന ഒരു കോഴ്സ്, ഒരു പ്രോഗ്രാം, ഒരു ജോബ്, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നൊരു സാഹചര്യം വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദർ വിൽ ബി ആൻ എൻട്രൻസ് എക്സാം. അവിടെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിപ്പോൾ നമ്മൾ ഗവൺമെൻറ് ജോബുകളാണെങ്കിൽ PSC ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു എൻട്രൻസ് എക്സാമാണ്. ഇനി നമ്മൾ എൻട്രൻസ് എക്സാം എഴുതാതെ പ്യുവർ സയൻസ് പഠിച്ചു പോയതിന് ശേഷം ലെറ്റ്സ് ഒരു ടീച്ചർ ആവണമെങ്കിൽ അവിടെ ഒരു KTET എക്സാം എഴുതേണ്ടി വരും, അല്ലെങ്കിൽ സെറ്റ്, നെറ്റ് പോലുള്ള എക്സാമുകൾ എഴുതേണ്ടി വരും. ഇതെല്ലാം കോമ്പറ്റീറ്റീവ് മത്സര പരീക്ഷകളാണ്. അതായത് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലും അതായത് അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളുടെ അല്ലെങ്കിൽ ജോബ് ഓപ്പണിങ്സിൻ്റെ എണ്ണം വളരെ കുറവുമായിട്ടൊരു സാഹചര്യത്തിലാണ് എൻട്രൻസ് എക്സാം നിലവിലുണ്ടാവുക. അപ്പോൾ അതാണ് എൻട്രൻസ് എക്സാം. എന്തുകൊണ്ട് എൻട്രൻസ് എക്സാം എക്സിസ്റ്റ് ചെയ്യുന്നു, അതാണ് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞത്. എൻട്രൻസ് എക്സാമുകൾക്ക് ശേഷം നമ്മൾ എവിടെ പോകും? സ്വാഭാവികമായിട്ടും എല്ലാവരും ആസ്പയർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ജോബിലേക്കാണെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജോബിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഇന്ത്യയിലെ ഡിഫറൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ റാങ്ക് ചെയ്യുന്ന ഫ്രെയിംവർക്കിനെയാണ് NIRF എന്ന് പറയുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്. ആ NIRF റാങ്കിങ്ങിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് 4 വർഷം 5 വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് റാങ്ക് നമ്പർ 1 വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ്, IIT മദ്രാസ്. ഞാൻ എൻ്റെ 2011 മുതൽ 16 വരെ 5 വർഷക്കാലം BTech ആൻഡ് MTech ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം IIT മദ്രാസിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഏറ്റവും ഹൈ ക്വാളിറ്റി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് എന്നുള്ള ഒരു എക്സാമ്പിളിലൂടെ ഞാൻ, അല്ലെങ്കിൽ അവിടെയുള്ള നമ്മുടെ ഫെസിലിറ്റീസും അവിടെയുള്ള സൗകര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ IIT മദ്രാസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ വിശാലമായ ക്യാമ്പസ്, 600 ഏക്കറിലധികം വരുന്ന വളരെ വലിയ ക്യാമ്പസ്. ആ ക്യാമ്പസിൽ നല്ല രീതിയിലുള്ള
ഗ്രീനറീസ് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അനിമൽസ് ഇൻക്ലൂഡഡ് ആണ്. അതായത് ഒരു നാഷണൽ പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന ക്യാമ്പസാണ്. ഇതിലും വലിയ ക്യാമ്പസുകൾ IIT-കളുണ്ട്. ഫോർ എക്സാമ്പിൾ IIT ഖരഗ്പൂരിൽ 2000 ഏക്കറിലധികം വലിപ്പം വരുന്ന ക്യാമ്പസ് ആണുള്ളത്. നൗ അവിടെയുള്ള ഡിഫറെൻറ്റ് ആനിമൽസ് നമുക്ക് അവിടെ കാണാം. ക്യാമ്പസിനകത്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ ബസ് സർവീസ് ഉണ്ട്, ക്യാമ്പസിൻ്റെ തന്നെ. ഇതൊക്കെ പറയുന്ന ക്യാമ്പസിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാനാണ്. നൗ അവിടെ സ്റ്റുഡൻസിനെ യൂട്ടിലൈസ് ചെയ്യാവുന്നത് സൈക്കിൾസ് ആണ്. ഇത് കാണുന്നതാണ് IIT മദ്രാസിൻ്റെ അക്കാഡമിക് കോംപ്ലക്സ്. പുതിയ 7 നിലകളിലായിട്ട് ക്ലാസ് റൂംസ് മാത്രമല്ല, ലാബുകളും മറ്റു കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ്. നൗ 5 നിലയിൽ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള സെൻട്രൽ ലൈബ്രറി സൗകര്യം, അതുപോലെ തന്നെ 3000 സ്റ്റുഡൻസിന് അറ്റ് എ ടൈം ഫുഡ് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെസ്സ് ഹാളാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. എല്ലാ തരത്തിലുള്ള സ്പോർട്സ് ഫെസിലിറ്റീസും, ആർട്സ്, അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ഏത് സ്പോർട്സ് ഫെസിലിറ്റീസ് വേണോ, ഏത് ആർട്സ് ക്ലബ്ബുകൾ വേണോ, അതെല്ലാം IIT മദ്രാസിലുണ്ട്. അപ്പോൾ നിങ്ങൾ പഠനത്തോടൊപ്പം ബാക്കിയുള്ള എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. സിന്തറ്റിക് ട്രാക്കുള്ള സ്റ്റേഡിയം, അതുപോലെ തന്നെ ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ഫീൽഡുകൾ, അതുപോലെ ഒളിമ്പിക് ലെങ്ത് വരുന്ന സ്വിമ്മിംഗ് പൂൾ, 50 മീറ്റർ ലെങ്ത് ഉള്ള സ്വിമ്മിംഗ് പൂൾ, വളരെ ഡീപ്പായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ, അതുപോലെ തന്നെ ജിമ്മ്, ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും IIT മദ്രാസിൽ നിന്ന് സ്റ്റുഡൻസ് തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു Formula 1 റേസിംഗ് കാറാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ദർ ഈസ് എ സെൻറ്റർ ഫോർ ഇന്നോവേഷൻ എന്ന് പറയുന്നൊരു ഫെസിലിറ്റി IIT മദ്രാസിലുണ്ട്. അവിടെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഫണ്ടിങ് കിട്ടും. നിങ്ങൾക്ക് ആ പറയുന്ന നിങ്ങളുടെ എന്താണോ നിങ്ങൾ ഡ്രീം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ അങ്ങനെയാണ്. സോ ആ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഫണ്ടിങ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൈഡൻസും കിട്ടും. അങ്ങനെ ഉണ്ടാക്കിയുള്ളതാണ് ഈ കാണുന്ന Formula 1 റേസിംഗ് കാർ. അതുപോലെ തന്നെ IIT മദ്രാസിൽ ടെക്നിക്കൽ ആൻഡ് കൾച്ചറൽ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഈ പറയുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് മാത്രം വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. കാരണം അത് സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റിയാണ്, എക്സാം നടത്തുന്നതും വാല്യൂ ചെയ്യുന്നതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെയാണ്. അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കരിക്കുലം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഇന്റർനാഷണൽ എക്സ്പോഷർ. IIT മദ്രാസ് ബിൽഡ് ചെയ്തിട്ടുള്ള ജർമ്മൻ കൊളാബറേഷനിലാണ്. സോ ജർമ്മനിയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികളിലുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ്, എക്സ്ചേഞ്ച് പ്രോഗ്രാംസിന് സ്റ്റുഡൻസ് ഒക്കെ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, സാംസങ് ഒക്കെ പോലെയുള്ള ബെസ്റ്റ് കമ്പനീസ് ഫസ്റ്റ് ഡേ IIT മദ്രാസ് അല്ലെങ്കിൽ IIT-കളിൽ പോലത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്ലേസ്മെൻറ്റിന് വരും. വളരെ കുറഞ്ഞ ഫീസ്. IIT-കളുടെ ഫീസ് ഉണ്ട്, ബട്ട് എയിംസ് പോലെയുള്ള മെഡിക്കൽ മേഖലയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. എയിംസിൽ അറൗണ്ട് 6000 റുപ്പീസാണ് 5 വർഷത്തേക്കുള്ള ടോട്ടൽ ഫീസ്. ഓൾ ഇന്ത്യ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് AFMC-യിൽ വളരെ കുറഞ്ഞ ഫീസേ ഉള്ളൂ. ആർമിയുടെ മെഡിക്കൽ കോളേജാണ്. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ ബെസ്റ്റ് പിയർ ഗ്രൂപ്പ്, വളരെ മികച്ച, അതായത് എൻ്റെ കൂടെ പഠിച്ചവർ പലരും ഗൂഗിളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, സാംസങ്ങിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ആപ്പിളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ സിവിൽ സർവൻസ് ആയി മാറിയവരുണ്ട്, അതേപോലെ തന്നെ ടീച്ചിങ് മേഖലയിൽ എന്നെ പോലെ ടീച്ചേഴ്സായിട്ട് മാറിയവരുണ്ട്. അപ്പോൾ നമ്മളെ ഡൈവേഴ്സ് ആയിട്ടുള്ള മേഖലയിൽ നിന്നുള്ള പിയർ ഗ്രൂപ്പാണ് നമുക്ക് അവിടെ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിക്കണം എന്ന് സ്വാഭാവികമായിട്ടും സ്റ്റുഡൻസിനും അതേപോലെ തന്നെ മക്കളെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പറഞ്ഞയക്കണം എന്ന്, ഫ്യൂച്ചറിലേക്ക് അവരുടെ ഭാവിക്ക് വേണ്ടി അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കണം എന്ന് നിങ്ങൾ പാരൻസിനും ആഗ്രഹം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ളൊരു ആഗ്രഹം ഉണ്ടാകുന്ന ആളുകൾ ഒരുപാടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദർ വിൽ ബി ആൻ എൻട്രൻസ് എക്സാം. ആ എൻട്രൻസ് എക്സാം IIT-കളുടെ കേസിലും JEE ആണ് എൻട്രൻസ് എക്സാം. മെഡിക്കൽ കോളേജുകളിലേക്ക് നീറ്റാണ് എൻട്രൻസ് എക്സാം. നമുക്ക് ചെറിയ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം. എഞ്ചിനീയറിംഗിൽ ഏറ്റവും ബെസ്റ്റ് IITs ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്. മോർ ദാൻ 20 IITs ഇന്ത്യയിൽ ആകെ ഉണ്ട്. കേരളത്തിൽ പാലക്കാട് IIT ഉണ്ട്. പിന്നെ തൊട്ട് താഴെ വരുന്നതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് NITs. കേരളത്തിൽ കാലിക്കറ്റ് NIT ഉണ്ട്. IIST, സ്പേസ് സയൻസ് പഠിപ്പിക്കാൻ ഇന്ത്യയിലല്ല ഏഷ്യയിൽ തന്നെ ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ. അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ISROയുടെ കീഴിലാണ് ഈ സ്ഥാപനം. അത് കേരളത്തിലെ തിരുവനന്തപുരത്താണ് ഉള്ളത്. IISc, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാംഗ്ലൂർ. പ്യുവർ സയൻസിൽ ഈ പറയുന്ന NIRF റാങ്കിങ്ങിൽ സെക്കൻഡ് ബെസ്റ്റ് പൊസിഷനിലാണ്. യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്പർ 1 ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. പ്യുവർ സയൻസിന് ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. IISER, പ്യുവർ സയൻസ് പഠിക്കാൻ മറ്റൊരു കാറ്റഗറി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. 7ഓളം IISERകളുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരത്ത് IISER ഉണ്ട്. ISI, പ്യുവർ മാത്തമാറ്റിക്സ് പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്കുള്ളതാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കത്തയിലും ബാംഗ്ലൂരുമാണ് അതിൻ്റെ ക്യാമ്പസുകളുള്ളത്. മെഡിക്കൽ മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഏറ്റവും ബെസ്റ്റ് കോളേജ് ഡൽഹി തന്നെ. അതുകൂടാതെ 20ഓളം എയിംസുകൾ ഇന്ത്യയിൽ ആകെ നിലവിലുണ്ട്. ജിപ്മർ, എയിംസ് കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് നമ്മൾ പറയുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ജിപ്മർ പോണ്ടിച്ചേരിയാണ് ക്യാമ്പസ്. മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് AFMC, നേരത്തെ പറഞ്ഞ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്, ആർമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, പൂനെയിലാണ്.
ഓക്കെ, മറ്റൊരു മെഡിക്കൽ കോളേജും കൊണ്ടുണ്ട്, CMC വെല്ലൂർ, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ. വളരെ ടോപ്പ് അല്ലെങ്കിൽ NIRF റാങ്കിങ്ങിൽ എയിംസ് കഴിഞ്ഞാൽ തൊട്ട് താഴെ UG കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇനി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, കോഴിക്കോട് കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട്. സാധാരണ IIMലേക്ക് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം CAT എക്സാം എഴുതിയിട്ടാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക MBAക്ക്. എന്നാൽ ചില IIMs ലൈക്ക് IIM ഇൻഡോർ, IIM റോത്താക്ക് പോലെയുള്ള ചില IIMs IPM എന്ന് പറയുന്നൊരു പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ്, 5 വർഷത്തെ ഡിഗ്രിയും PGയും UGയും PGയും കൂടെ കംപ്ലീറ്റ് ചെയ്യാവുന്ന കോഴ്സാണ്. അത് +2 കഴിഞ്ഞ സ്റ്റുഡൻസിനും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. പിന്നെ നാഷണൽ ലോ സ്കൂൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ലോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ പ്യുവർ സയൻസിലും അല്ലെങ്കിൽ മറ്റ് മേഖലയിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതിലേക്കൊക്കെയുള്ള എൻട്രൻസ് എക്സാം CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതുപോലെ ഹിന്ദു കോളേജ്, അതുപോലെ മിറാൻഡ ഹൗസ്. ഈ പറയുന്നതൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ചില കോളേജസ് ആണ്. ഡൽഹി ഹിന്ദു കോളേജും മിറാൻഡ ഹൗസൊക്കെ. അതിൻ്റെയൊക്കെ മറ്റൊരു പ്രത്യേകതയും കൂടെ പറഞ്ഞുതരാം. സാർ പറഞ്ഞിട്ടുണ്ടാവും, സിവിൽ സർവൻസ് ആകുന്ന ആളുകൾ ഇതുപോലുള്ള പ്രൊഫഷണൽ ഡിഗ്രികളൊക്കെ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ടോപ്പ് 10 സിവിൽ സർവീസ് എക്സാമിൽ ടോപ്പ് 10 വരുന്ന ആളുകളെ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും അവർ IITians അല്ലെങ്കിൽ ഡോക്ടേഴ്സോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരുപാട് കോളേജസ് ഉണ്ട്, അവിടെയുള്ള സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അല്ലാതെ നമ്മളെ വളരെ ലോക്കലായിട്ടുള്ള കോളേജുകളിൽ നിന്ന് പഠിച്ചു പോകുന്നവരെക്കാളും കൂടുതൽ ടോപ്പിൽ വരുന്നവർ ഇതുപോലെ ഹിന്ദു കോളേജ്, അതുപോലെ തന്നെ മിറാൻഡ ഹൗസ് പോലെയുള്ള കോളേജുകളിൽ നിന്ന് പഠിച്ചു ഇറങ്ങുന്ന സ്റ്റുഡൻസ് ആണ്. അവിടെ എത്തണമെങ്കിൽ നമ്മൾ CUET എൻട്രൻസ് എക്സാം +2 കഴിഞ്ഞതിന് ശേഷം എഴുതേണ്ടതായിട്ടുണ്ട്. നൗ എന്താണ് എൻട്രൻസ് എക്സാമും അതല്ല സാധാരണ നമ്മളൊരു +2 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ ബോർഡ് എക്സാമും തമ്മിലുള്ള ഡിഫറൻസ്? ഫസ്റ്റ് പോയിന്റ്, എൻട്രൻസ് എക്സാംസ് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേര് എക്സാമിന് അപ്ലൈ ചെയ്യുന്നു, വളരെ കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും എലിമിനേഷന് വേണ്ടിയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ദ ക്വസ്റ്റ്യൻസ് വിൽ ബി ആസ്ക്ഡ് ഫ്രം എനിവെയർ ഇൻ ദ സിലബസിൽ എവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്നാൽ ഒരു ബോർഡ് എക്സാമിന് എപ്പോഴും നമ്മൾ ക്വാളിഫൈഡ് ആണോ അല്ലേ നോക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നായിരിക്കും. സോ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നൊരു സംഭവം ക്വാളിഫയിങ് എക്സാമുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻട്രൻസ് എക്സാമിൽ വി നീഡ് ടു നോ 100% ഓഫ് ദ സബ്ജക്റ്റ്. രണ്ടാമത്തെ ഡിഫറൻസ്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ക്വാളിഫയിങ് എക്സാമിൽ. നമ്മൾ എഴുതുന്നതിനനുസരിച്ച് മാർക്ക് കിട്ടിക്കോളും. എന്നാൽ എൻട്രൻസ് എക്സാമുകൾ യൂഷ്വലി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളെ ആൻസർ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന ആൻസർ തെറ്റിയാലും നോ ഇഷ്യൂസ് ഇൻ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ്. എന്നാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവാറുണ്ട് യൂഷ്വലി. അടുത്തത് ഗ്രേഡിംഗ് സിസ്റ്റം. 90 മുതൽ 100 വരെ മാർക്ക് വാങ്ങുന്ന എല്ലാവരും ഒരേ ഗ്രേഡിലാണെങ്കിൽ എൻട്രൻസ് എക്സാമിൽ ഒരേ റാങ്കിൽ 2 പേരുണ്ടാവില്ല. എല്ലാവരെയും റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്പറേറ്റ് ആക്കിയിരിക്കും. അതിനുള്ള ഡിഫറെൻറ്റ് ക്രൈറ്റീരിയകൾ ഫോളോ ചെയ്യും. ഇനി ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് അല്ലെങ്കിൽ ക്വാളിഫയിങ് എക്സാംസ് യൂഷ്വലി ഒരു സിംഗിൾ സബ്ജക്റ്റ് ആയിരിക്കും, ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി. എന്നാൽ എൻട്രൻസ് എക്സാമിന് നീറ്റിന് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അതും +1 +2 2 വർഷത്തെ മൊത്തം സിലബസ് ഒരു സിംഗിൾ എക്സാമിലാണ് നമ്മൾ എഴുതേണ്ടതായിട്ട് വരുന്നത്. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആയിരിക്കും. സോ ദർ ആർ ഡിഫറൻസസ്. സോ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞ അടുത്ത സബ്ജക്റ്റ് അല്ല, എല്ലാ സബ്ജക്റ്റും കൂടെ ഒരൊറ്റ സിംഗിൾ എക്സാം പേപ്പറിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ്, നമ്മൾ സാധാരണ ഒരു ക്വാളിഫയിങ് എക്സാം, ഒരു ബോർഡ് എക്സാം എഴുതുമ്പോൾ 2 മണിക്കൂറിൻ്റെ എക്സാമിന് ഒരു 20-25 ക്വസ്റ്റ്യൻ, 3 മണിക്കൂറിന് ഒരു 30-35 ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഉണ്ടാവുക. എന്നാൽ എൻട്രൻസ് എക്സാമുകളിൽ നീറ്റ് ആണെങ്കിൽ 3 മണിക്കൂറിൻ്റെ എക്സാമിന് ദർ വിൽ ബി 200 അല്ലെങ്കിൽ 180 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പാറ്റേണിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. JEE ആണെങ്കിൽ 3 മണിക്കൂറിന് 3 സബ്ജക്റ്റുകളിൽ നിന്നായി 75 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺസ് ഡിഫറൻ്റ് ആണ്. കുസാറ്റിൻ്റെ എൻട്രൻസ് എക്സാം ആണ്, എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആണെങ്കിൽ 3 മണിക്കൂർ സമയം കൊണ്ട് 225 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഇതിൽ തന്നെ ചില സിറ്റുവേഷൻസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന് ഒരേ വെയിറ്റേജ് ആണ്, ചില എക്സാമുകൾക്ക് വെയിറ്റേജിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പലതരത്തിൽ നമ്മുടെ എക്സാം ഡിഫിക്കൽട്ട് ആകുന്നു. ടൈമിൻ്റെ കാര്യത്തിൽ, കൂടുതൽ മൾട്ടിപ്പിൾ സബ്ജക്റ്റുകൾ വരുന്ന കാര്യത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് ചോദിക്കും. ഏത് ഏരിയയിൽ നിന്നും, സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏത് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഓൺലി വൺ തിങ്, ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഒരു എക്സാമിനർ എൻട്രൻസിന് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. നൗ അങ്ങനെയാണെങ്കിൽ ഈ എൻട്രൻസ് എക്സാം നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കാം? അതിന് നമുക്ക് എങ്ങനെ എൻട്രൻസ് എക്സാംസ് ക്രാക്ക് ചെയ്യാം? 3 പോയിന്റ്സ് ആണ് ഞാൻ സാധാരണ പറയാറുള്ളത്. ഫസ്റ്റ് പോയിന്റ്, 100% സബ്ജക്റ്റ് നമുക്ക് അറിയണം. വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയണം. അടുത്ത പോയിന്റ്, നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് സബ്ജക്റ്റ് അറിഞ്ഞതുകൊണ്ട് മാത്രം
എക്സാം ഹാളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സമയത്തിനകത്ത് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ്, ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രം പോരാ, ടൈം ബൗണ്ടഡ് ആയിട്ട് മൾട്ടിപ്പിൾ സബ്ജക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എക്സാം പേപ്പർ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അഥവാ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രിസൈസ്ലി ഇതാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടുത്തെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. വെദർ ഇറ്റ് ഈസ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ ഓർ റിപ്പീറ്റേഴ്സ് ബാച്ചസ്. പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻസ് ആവട്ടെ, റിപ്പീറ്റേഴ്സ് ബാച്ചസ് ആവട്ടെ, നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. സബ്ജക്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെടുത്ത് എടുക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള അവസരങ്ങൾ കുട്ടികൾക്കുണ്ടാവും. നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് കാണിക്കും. ബാക്കി സ്റ്റുഡൻസ് ആണ് ആക്ച്വലി ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആൻഡ് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. 1 ഇയറിൽ മോർ ദാൻ 140 എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് യൂണിറ്റ് വൈസ് എക്സാമുകളാവാം, മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് വരുന്ന എക്സാമുകളാവാം, പാർട്ട് ടെസ്റ്റ്, റിവിഷൻ ടെസ്റ്റ്, ടെസ്റ്റ് സീരീസുകൾ, പല തരത്തിലുള്ള എൻട്രൻസ് എക്സാമുകൾ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോഴേ കുട്ടികൾക്ക് ഈ പറയുന്ന ടൈമിനകത്ത് മൾട്ടിപ്പിൾ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സമയത്തിനകത്ത് ചെയ്ത് തീർക്കാനുള്ള സ്കിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ 3 സ്കില്ലുകളാണ് നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതാണ് എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ട സ്കിൽസ്. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസാണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ ഇപ്പോൾ 10th പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് +1ലും +2ലും അതിൻ്റെ കൂടെ തന്നെ ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ ക്ലിയർ ചെയ്യാവുന്ന തരത്തിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം വളരെ ഒബ്വിയസ് ആയിട്ടുള്ളതാണ്, 100% സബ്ജക്റ്റ് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും ബോർഡ് എക്സാം വളരെ ഈസി ആയിട്ട്, കാരണം അത് ഫോക്കസ് ഏരിയ മാത്രം നോക്കിയാൽ മതി, വളരെ ഈസി ആയിട്ട് അത് നമുക്ക് അതായത് ക്രാക്ക് ചെയ്തെടുക്കാവുന്ന, അല്ലെങ്കിൽ ബോർഡ് എക്സാം വിൽ ബി റിയലി ഈസി. ഓക്കെ, സ്റ്റുഡൻസ് അതേപോലെ തന്നെ എന്നെ കേൾക്കുന്ന പാരൻസ് നിങ്ങളുടെ ഡിസ്കഷന് ശേഷം, നിങ്ങളുടെ ഫാമിലി ഡിസ്കഷന് ശേഷം യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൻ്റെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ കണ്ടക്ട് ചെയ്യുന്ന യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് അടുത്ത 2 വർഷം പഠിക്കാവുന്നതാണ്. എന്നിട്ട് ഇന്ത്യയിലെ മികച്ച പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി അവിടെ ഉള്ള കോഴ്സുകൾ നിങ്ങളുടെ ഭാവി ഒരു വെൽ സെറ്റിൽഡ് ആകുന്ന, അല്ലെങ്കിൽ ഭാവി വളരെ സേഫ് ആകുന്ന ഒരു തരത്തിലേക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ദാറ്റ്സ് ഓൾ. എൻട്രൻസ് എക്സാമുകൾ എന്താണെന്നും അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ ലിസണിങ്.